ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് പെസഹ അഷ്ടദിനത്തിലെ തിങ്കളാഴ്ച. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ രണ്ട് തരം സാക്ഷ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന്, ഈ ഈശോയുടെ ഉത്ഥാനം തിരിച്ചറിയുന്ന ശിഷ്യന്മാര് അവര് സ്ത്രീകളെ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഒരു വലിയൊരു സാക്ഷികളായി മാറാൻ പോയാണ്. വലിയ സന്തോഷത്തോട്, ഭയമുണ്ട് എന്നാൽ വലിയ സന്തോഷത്തോടുകൂടി അവർ പോവുകയാണ്. എന്നാൽ പരാജയപ്പെട്ട ഈ പടയാളികൾ, ഈ കല്ലറയ്ക്ക് കാവൽ നിന്ന പടയാളികൾ, അവർ ചെയ്യുന്ന കാര്യം, അവരിൽ ചിലർ, ആ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. എന്നിട്ട് ആ പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും കൂടി ആലോചിച്ച് ഇതിനെതിരെ ഒരു സാക്ഷ്യം അവര് സെറ്റ് ചെയ്യുന്നു. അതായത് ശിഷ്യന്മാർ വന്ന് മറ്റു പ്രദേശത്തും മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് എന്ന് വരുത്തി തീർക്കുന്നു. പണം കൊടുത്ത് വരുത്തി തീർക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും. അവരെ പണത്തിന് വേണ്ടി പണം വാങ്ങിച്ചിട്ട് ഈശോയ്ക്കെതിരായി മാറുകയും ചെയ്യുന്നു. സ്നേഹം കൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുന്നവരും പണത്തിന് വേണ്ടി എതിർ സാക്ഷിയായി മാറുന്നവരും. പക്ഷേ സുവിശേഷം അവസാനിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് അന്ന് അവരാ പറഞ്ഞു വരത്തിയ കഥ ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. വലിയ ഒരു ഇമ്പാക്റ്റ് ഈ സ്നേഹം കൊണ്ട് നൽകിയ സാക്ഷ്യത്തിന് ഉള്ളതുപോലെ തന്നെ സ്വാർത്ഥത കൊണ്ട് നൽകിയ എതിർ സാക്ഷ്യത്തിനും ഇപ്പോഴും ആയുസ്സുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ ലോകം ഏറ്റെടുത്തത് സ്നേഹം കൊണ്ട് നൽകിയ സാക്ഷ്യമാണ്. പണത്തിന് വേണ്ടി സ്വാർത്ഥതയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട അസത്യമല്ല ലോകം ഏറ്റെടുത്തത്. ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സ്നേഹത്തോടുകൂടി നടത്തിയ സാക്ഷ്യവും ക്രിസ്തുവിനെതിരെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നടത്തിയ സാക്ഷ്യവും നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് തരണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.